എന്നാലും രേണുസുധിന്റെ ഇപ്പോഴത്തെ റേഞ്ച് വെച്ച് പറ്റൊരു ആൽബത്തിലാണ് രേണുസുധിക്ക് അവസരം കിട്ടിയിരുന്നത്. വിദേശ നാണയം കിട്ടുന്ന തൊഴിലല്ലേ അവള് കണ്ടുപിടിച്ചത്. ഒപ്പം ഇയാള് പറഞ്ഞു അടുത്ത സീൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ എന്നെ കൊണ്ട് കിടത്തി, എന്നെ കൊണ്ട് ബെഡിൽ കിടത്തി പുക്കളയിൽ എന്തോ മുന്തിരി വെച്ചിട്ട് അയാൾക്ക് കടിച്ചെടുക്കണം. ഇല്ല, ഞാനത് വെറുതെ കാണിച്ചാണ്. നീ അതൊന്നും ഇവിടെ കയറി വിളമ്പേക്കല്ലേ. ഞാൻ അങ്ങനെ പരസ്യമായിട്ടൊക്കെ കയറി ആമാത്തു. വേറെ വല്ല പെണ്ണായിരുന്നെങ്കിൽ ഓക്കെ. എന്തുകൊണ്ട് രേണുസുധിക്ക് പറ്റിയ വേഷമായിരുന്നു. അല്ല, ഇൻസ്റ്റാഗ്രാം സബ്സ്ക്രിപ്ഷനിൽ ആളുകൾ വന്ന് കോരി ധരിപ്പിക്കുന്ന ഇവളെ കുറിച്ച് ഇങ്ങനെ അല്ലാണ്ട് വേറെ എങ്ങനെയാണ് പറയാല്ലേ? എന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയണേ? എന്റെ ശരീരം മുഴുവൻ കാണിച്ചുള്ള വൃത്തികെട്ട വേഷം ഇട്ട് അവൻ എന്നെ കവച്ചെടുക്കണം. സമൂഹത്തിന്റെ ഓരോ പോക്കെ. എന്നിട്ട് ഉമ്മ വെക്കണമെന്നുള്ള സീൻ ഞാൻ അഭിനയിക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ചെറ്റകൾ ഇങ്ങനെ പറഞ്ഞത്. പക്ഷെ ഇതിൽ എത്രമാത്രം വാസ്തവമുണ്ട്, ആരാണ് ഇതിന് ഉത്തരവാദി എന്നൊക്കെ അറിഞ്ഞതിന് ശേഷം നമുക്ക് തീരുമാനമെടുക്കാം. ദ്വയാർത്ഥങ്ങൾ പലപ്പോഴും ചെയ്തിട്ടുള്ള റീലുകൾ, അതിന്റെയൊക്കെ ഫലമാണ് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അല്ല, സൂക്ഷിച്ചാ ദുഃഖിക്കണ്ട. അയാൾക്ക് കടിച്ചെടുക്കണം എന്ന് ഇയാൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു നടക്കുന്ന കേസല്ല ചേട്ടാ, എനിക്കിത് പറ്റൂലെന്ന് പറഞ്ഞു. ഇതൊക്കെ ചെയ്യാതെ പിടിച്ചെടുക്കാൻ പറ്റില്ല. ലിപ് ലോക്ക് വേണമെന്ന് രാവിലെയാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു നടക്കത്തില്ല, ലിപ് ലോക്ക് എനിക്ക് പറ്റൂല. വേണമെങ്കിൽ ജസ്റ്റ് ഉമ്മ വെക്കുന്ന പോലെ കാണിക്കാം, ലിപ് ലോക്ക് എനിക്ക് പറ്റൂല. പറഞ്ഞിട്ട് കാര്യമില്ല, ചോദിച്ചു വാങ്ങാൻ പറ്റില്ലല്ലോ. കണ്ടറിഞ്ഞ് തരുമ്പോഴാണ് അതിനൊക്കെ അർത്ഥമുള്ളത്. അത് ലിപ് ലോക്ക് ആണെങ്കിലും കടിച്ചു പറയുകയാണെങ്കിൽ നടക്കത്തില്ല, ലിപ് ലോക്ക് എനിക്ക് പറ്റൂല. എന്നാ പിന്നെ നീ ഇത് പിടിമോനെ. നടക്കത്തില്ല, ലിപ് ലോക്ക് എനിക്ക് പറ്റൂല. വേണമെങ്കിൽ ജസ്റ്റ് ഉമ്മ വെക്കുന്ന പോലെ കാണിക്കാം, ലിപ് ലോക്ക് എനിക്ക് പറ്റൂല. കണ്ടില്ലേ പെണ്ണിന്റെ നിറം മാറുന്ന മാറ്റം കണ്ടില്ലേ? ഞാൻ ശരിക്കും കുറച്ച് ഓവറായിട്ട് റൊമാൻസ് ചെയ്തത് ദാസേട്ടൻ കോഴിക്കോടുമായിട്ട് ഓവർ ആയിട്ടൊരു സീനുണ്ട്. അത് ഓവറായിട്ട് അത് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും കത്തും. വിമർശകരുടെ ഒരു നിര തന്നെ വരുമെന്നാണ് എന്റെ വിശ്വാസം. വിമർശിക്കട്ടെ. അത് എന്നെ കുറിച്ചുള്ള സകല ഇമേജും അതോടെ പോകും. തന്നെ കുറിച്ച് അങ്ങനെ വലിയ ഇമേജ് ഒന്നും നേരത്തെ എന്റെ മനസ്സിലില്ല. ഇയാളുടെ വൈഫ് നിന്ന് നിർബന്ധിക്കുവാണ്, ലിപ് ലോക്ക് ചെയ്യും, ലിപ് ലോക്ക് ചെയ്യും. എനിക്ക് കുഴപ്പമില്ലല്ലോ. അതെന്റെ കുറ്റാണ്. ക്ലീവേജ് കാണിച്ചുകൊണ്ടുള്ള വസ്ത്രം ധരിക്കുന്നു, അത് വെച്ച് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു. ഇതൊക്കെ കണ്ടപ്പോ വിപിലാരും കൂട്ടലും വിചാരിച്ചു കാണും ഇവളെ വെച്ച് ഇങ്ങനെ ഒരു ആൽബം പിടിക്കാമെന്നുള്ളത്. 25 പോട്ടെ 30 അതിക്കുള്ളൂ ചോദിക്കരുത്. 1000 രൂപ അഡ്വാൻസ്, 30,000 ഒന്നുമല്ല ഇവൻ പറഞ്ഞ 5000 രൂപ അഡ്വാൻസ്. അത് ഞാൻ തിരിച്ചു കൊടുക്കുന്നില്ലെന്ന്. പൈസ ഇന്ന് വരും, നാളെ പോവും. ഇവരുടെ ഉദ്ദേശം ഇപ്പൊ മനസ്സിലായി. തീർത്താത്തേന്ന് പറഞ്ഞ വൃത്തികെട്ട നീചമായിട്ടുള്ള സ്ത്രീക്ക് എന്റെ വീഡിയോസ് എടുത്ത് പല പോൺ സൈറ്റിൽ വിടാനായിരുന്നെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഇതാകുമ്പോ കാക്കയുടെ വിശപ്പ് മാറും, പശുവിന്റെ കടിയും മാറും. അല്ല, രേണുസുധിക്ക് അത് കിട്ടണം. ദിനം പ്രതി രേണുസുധി ഇൻസ്റ്റാഗ്രാം സബ്സ്ക്രിപ്ഷനിൽ കാണിച്ചു കൂട്ടുന്ന തോന്നിയവാസങ്ങൾ നമ്മൾ കാണുന്നതാണല്ലോ. എടോ, എനിക്കിത് പൊത്തരിയൊന്നുമല്ല, അത്ര നല്ല മനസ്സും എനിക്കില്ല. ഈ വൃത്തികെട്ടവൻ പറഞ്ഞ പോലെ ഞാൻ ഒരു മദ്യവും കഴിച്ചിട്ടില്ല, മയക്കുമരുന്നും കഴിച്ചില്ല. അത് എനിക്കറിയാം. അവിടെയുള്ള സകലമായ ആൾക്കാർക്കും. അയ്യോ പാവം, പച്ചവെള്ളം ചവച്ചു കുടിക്കുന്ന പൂച്ചല്ലേ. ഞാൻ പറയും, നിങ്ങൾ എന്താണ് സമൂഹത്തിലേക്ക്, ഞാൻ എന്താണ്, താങ്കൾ ഒരു ലേബിൾ ചെയ്തൊരു സാധനം അയച്ചിട്ടുണ്ടല്ലോ. അതെ, അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കോളുകൾ നിങ്ങൾക്ക് വരുന്നത്. എനിക്ക് എന്തായാലും നഷ്ടപ്പെടാനൊന്നും നഷ്ടപ്പെടാൻ ഒന്നുമില്ല, പോയി തൂങ്ങിച്ചവിടാ. അതാ അന്തസ്സുള്ളവൻ ചെയ്യും.